ഒരു രക്ഷയില്ലാത്ത ഒരു രക്ഷയില്ലാത്ത സാധനം അവർ ഫോട്ടോ എടുക്കും പരിപാടിയാണ്. രാവിലെ നമ്മൾ ബയോഡോമൊക്കെ പോയി കറങ്ങി തിരിച്ച് വീട്ടിൽ പോയി ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്ത് പയ്യെ എല്ലാവരും ഒന്ന് ഫ്രഷപ്പൊക്കെ ആയിട്ട് വൈകുന്നേരത്തേക്ക് നമ്മൾ ഓറ അവിടെ ഒരു ചർച്ചിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സംഭവമാണ്, ഭയങ്കര കിടിലമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് 7:30-ക്കാണ്. അപ്പോൾ നമ്മളത് കറക്റ്റ് 7 മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. അഖിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പോയിരിക്കുക. ഹരിപ്രിയും കൊച്ചും ഇവിടെ ഉണ്ട്. ഇതാണ് ആ പള്ളി. ഇപ്പം നടക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അവന് നടന്ന ഒരൊറ്റ പോക്കാണ്. ഇപ്പോൾ നടക്കണതേ ഇഷ്ടമുള്ളൂ ഇപ്പോൾ അവന്. അതാണ് രസം. അതൊക്കെ പറഞ്ഞു. സോ നമ്മൾ നിന്ന സ്ഥലം ആക്ച്വലി ആ പള്ളിയുടെ സൈഡായിരുന്നു. അപ്പോൾ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് ഫ്രണ്ടിലോട്ടാണ്. കുറച്ചുകൂടെ നടന്ന് ഫ്രണ്ടിലോട്ട് വന്നപ്പോഴാണ് ഇപ്പോൾ പുറകിലൊക്കെ അങ്ങ് കാണാതിരിക്കും, നല്ല രസമുണ്ട്. ഇതാണ് പള്ളി. ഇതിൻ്റെ ഒരു സൈഡ് ഇത് നടക്കുകയാണ് കേട്ടോ, പണി നടക്കുകയാണ്. നമുക്ക് പയ്യെ അകത്തോട്ട് കയറാം. ഓക്കെ. ഹോളി. ആക്ച്വലി ഇപ്പോൾ ഒരു തേങ്ങയും കണ്ടുകൂടെ, ഷോ തുടങ്ങുന്ന സമയം എന്താണെന്ന് തോന്നുന്നു. എവിടെയെങ്കിലും കയറിയിരിക്കണം, എന്നാലേ ഷോ കാണാൻ പറ്റുള്ളൂ. ആക്ച്വലി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ആദ്യം ഒരു ഇൻസ്ട്രക്ഷൻ പോലത്തെ സാധനം വരുന്നത് മാത്രമേ ഷൂട്ട് ചെയ്യാൻ കിട്ടിയുള്ളൂ. വേറെ ഒന്നും ഷൂട്ട് ചെയ്യാൻ കിട്ടിയില്ല. ഒരു രക്ഷയില്ലാത്ത സാധനം. വേറെ ഒന്നുമല്ല, പ്രൊജക്ടർ പല ഭാഗത്തായിട്ട്, പള്ളിയുടെ പല ഭാഗത്തായിട്ട് പ്രൊജക്ടർ വെച്ചിട്ടുണ്ട്, സ്പീക്കർ വെച്ചിട്ടുണ്ട്. അപ്പം പാട്ടിനനുസരിച്ച് പാട്ട് എന്ന് വെച്ചാൽ സൗണ്ടൊക്കെ എന്ന് വെച്ചാൽ വെറും വിഷയം സൗണ്ട്. ഈ നമ്മളിരിക്കുന്നതിൻ്റെ ഈ സൈഡ് കണ്ട, ഈ പില്ലറിൻ്റെ സൈഡിലൊരു ക്രാക്ക് വീഴുമ്പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് പ്രൊജക്ടറിൽ കയറി വരികയും ചെയ്ത് സൗണ്ട് കറക്റ്റ് അതേപോലെ കിട്ടുകയും ചെയ്തു. പ്രൊജക്ടറൊക്കെ ഇവിടെ വെച്ച് ഇവിടെ ഞാൻ 2-3 കണ്ട്. അതെ, പ്രൊജക്ടറും ലേസറും അങ്ങനത്തെയൊക്കെ. കോളേജിലും സ്കൂളിലൊക്കെ ലേസർ ഷോ നടത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പീക്ക് എക്സ്ട്രീം ലെവൽ സാധനം. ഇതിന് ഇത്രയും ഇതുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. വെറും വിഷയം, ഒരു രക്ഷയില്ല. അടിപൊളിയായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞിരിക്കും. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഓറ ഷോ. ഇനി പള്ളിയുടെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അതും ഒരു രക്ഷയില്ല. ഒരു ആർക്കിടെക്ചർ മാർവൽ എന്ന് വേണമെങ്കിൽ പറയാം. എവിടെ നിന്ന് എങ്ങനെ കാണിക്കണമെന്നൊന്നും ഒരു പിടുത്തമല്ല, ഒരു രക്ഷയില്ല. ഈ കാണുന്നില്ലേ, ഈ സംഭവത്തിലെല്ലാം പ്രൊജക്റ്റ് ചെയ്തിട്ട് ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പള്ളി ഇതിലെ ഫ്രെയിം മൊത്തം കൊണ്ട് പുറത്ത് വെച്ചെങ്കിൽ എനിക്ക് ആ രീതിക്കൊക്കെ ഉള്ള രീതിയിലാണ് അവർ ഇത് പ്രൊജക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ മുകളിലത്തെ ഒരു ക്ലോക്ക് പോലത്തെ അങ്ങനത്തെ ഒരു സാധനം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു വ്യൂ. ഇതിലും കുറച്ച് ലൈറ്റ് പ്രൊജക്ഷനൊക്കെ ഭയങ്കര എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം. പിന്നെ ഫോട്ടോസ് എന്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്നുള്ളതൊന്നും എനിക്കറിയാൻ മേല. ഈ ഫോട്ടോസിൻ്റെയൊക്കെ അവർ ഫോട്ടോ എടുക്കും പരിപാടിയാണ്. ഇതാണ് കുറച്ചുകൂടെ അടുത്തുള്ള വ്യൂ. ഇൻട്രസ്റ്റിംഗ് പാട്ട് കേട്ട് പെട്ടെന്ന് നല്ല പരിചയമുള്ള ഭാഷയാണല്ലോ എന്ന് പറഞ്ഞ് കേട്ട് വന്ന് നോക്കിയപ്പോഴാണ് ഇത് ആക്ച്വലി ഹിന്ദി പാട്ടല്ലേ. ഇത് ഹിന്ദി പാട്ടല്ലേ? ഇതാണ് പള്ളി. ഇതിന്റെ ഈ സൈഡാണ് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്താണിരുന്നു ബാക്കി പരിപാടി ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനത്തെ ഒരു പാർക്ക് പോലത്തെ സെറ്റപ്പാണ്. അതിലിത് ആരാണ് എന്താണെന്നൊന്നും അറിഞ്ഞില്ല. പക്ഷെ കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര ആംബിയൻസസ് അല്ല, അതെല്ലാം മൊത്തത്തിൽ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ബിൽഡിങ്സ് ആണ് ഇത്. പിന്നെ ഈ 2 സൈഡും മരമൊക്കെ വെച്ചിട്ട് ഭയങ്കര വൈബ്. സ്ട്രീറ്റ്സൊക്കെ ഭയങ്കര രസം. നയാഗ്രയെക്കാട്ടിലും പൊക്കം കൂടുതലുള്ള വെള്ളച്ചാട്ടം